അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരന്മാർ, വളരെ കുറഞ്ഞ സമയം കൊണ്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് ചില ഹദീസുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും അത് മുഖേന അറിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള അറിവുകൾ നാം കരസ്ഥമാക്കുന്നതിനായി ഈ ചാനലിൽ അംഗങ്ങളാവണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ചെറിയൊരു ഹദീസ്, ആർക്കും പഠിക്കാൻ പറ്റുന്ന ഹദീസ്. ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക, വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ ഇടയിൽ നിങ്ങൾ നീതി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ, എല്ലാവരുടെയും ഇടയിൽ സമമായി പ്രവർത്തിക്കുക എന്നാണ്. ഫിഖ്ഹിന്റെ കിതാബുകളിൽ അതിന്റെ വിശദീകരണങ്ങൾ പറയുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളും ഗുണം ചെയ്യാത്ത മക്കളും ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ നീതി പ്രവർത്തിക്കണം എന്ന് ഈ പറഞ്ഞ ഹദീസിൽ പെടുകയില്ല. അതേ പ്രകാരം തന്നെ മക്കളുടെ കൂട്ടത്തിൽ ചില ആളുകൾ ഐശ്വര്യമായ അഥവാ ധനം സമ്പത്ത് ഉള്ളവരുണ്ട്, അതേ സമയത്ത് പാവപ്പെട്ടവരുണ്ട്. എന്നാൽ അതൊന്നും ഇതിൽ പെടുകയില്ലെന്ന് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ഹദീസ് ഇത്തഖുല്ലാഹ വഅദിലു ബൈന ഔലാദിക്കും. 2, ഇത്തഖു ഫിറാസത്തൽ മുഅ്മിനി ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സന്തോഷിപ്പിക്കുക, അവനെ പ്രയാസമുണ്ടാക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്, അവൻ നോക്കുന്നത് അല്ലാഹുവിന്റെ പ്രകാശം കൊണ്ടാണ്. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിന് സന്തോഷമുണ്ടാകുമ്പോൾ ആ നോട്ടം അത് അല്ലാഹുവിന്റെ ഒരു റഹ്മത്തിന്റെ നോട്ടത്തിന്റെ സ്ഥാനത്താണ്. അവന് വിഷമമുണ്ടാക്കിക്കൊണ്ടുള്ള അവന്റെ ആ നോട്ടം അത് അല്ലാഹുവിന്റെ ദേഷ്യത്തോടെയുള്ള ഒരു നോട്ടത്തിന്റെ സ്ഥാനത്തുമാണ് എന്നാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. ഇതേ പ്രകാരം തന്നെ ഒറ്റ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇത്തഖിൽ മഹാരിമ, ഹറാമുകളെ നീ സൂക്ഷിക്കുക, എന്നാൽ തകുൻ അഅ്ബദന്നാസ്, നീ ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ആരാധകനായി നീ മാറും. അതിനെ ഹറാം ഒഴിവാക്കിയാൽ തന്നെ മതി. വറള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹ് നിനക്ക് തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെടുക, എന്നാൽ തകുൻ അഗ്നന്നാസ്, ഈ മനുഷ്യരിൽ നിന്ന് ഏറ്റവും ഐശ്വര്യമുള്ളവനായി മാറും. അല്ലാഹ് തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ മതി. വഅഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിനാ, നിന്റെ അയൽവാസിയിലേക്ക് നീ ഗുണം ചെയ്യുക, എന്നാൽ നീ മുഅ്മിനാകുന്നതാണ്. മുഅ്മിനാണ് എന്നതിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് അയൽവാസിയോട് ഗുണം ചെയ്യുക എന്നത്. വാഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ, നിന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് ജനങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുക, എന്നാൽ തകുൻ മുസ്ലിമാ, നീ മുസ്ലിമാകുന്നതാണ്. വലാ തുക്സിരിൽ ളിഹ്ക, ചെറിയ നീ വർദ്ധിപ്പിക്കരുത്, വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക.
അതിനെ നീ വർദ്ധിപ്പിക്കരുത്. അതുണ്ടാവുന്ന അതിന്റെ കാരണങ്ങളെയും വർദ്ധിപ്പിക്കരുത്. ചിരി കുറയുകയും കരയിൽ വർദ്ധിക്കുകയുമാണ് വേണ്ടത്. കാരണം ചിറിയെ വർദ്ധിപ്പിക്കുക എന്നത് തുമീത്തുൽ ഖൽബ, ഹൃദയത്തിനെ അത് മരിപ്പിക്കുന്നതാണ്. അപ്പൊ വലിയ ഉപദേശങ്ങളാണ് ഈ ഹദീസിലൂടെ നമ്മളോട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. പാലിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതുപോലെ ദിവസവും അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് മറ്റ് ബന്ധപ്പെട്ടവർക്കും ഇത് കൈമാറുക. ഇതിൽ അംഗങ്ങളായ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. ആപത്ത് ബലാകളെ തൊട്ട് അവരെയും നമ്മയും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അവരിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവർ, നമ്മളുടെ മാതാപിതാക്കൾ ബന്ധപ്പെട്ടവരുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഏതെങ്കിലും വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസ് ഈ ചാനലിൽ വരണമെങ്കിൽ അത് നിങ്ങൾ പ്രത്യേകമായി കമന്റിൽ അറിയിച്ചാൽ വരുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.